ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ കുറേ ആളുകളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അതിന് കാരണം ഞാൻ അത്ര വെല്ലായിരുന്നില്ല. പിന്നെ ഡെലിവറി ഡേറ്റ് ഇനി 2 വീക്സും കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫീഡിങ് ഫ്രണ്ട്ലി നൈറ്റിയാണ്. 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ടവൽസ് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതെല്ലാം വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുഞ്ഞിൻ്റെ കെട്ടുടുപ്പുകൾ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ റോമ ടൈപ്പ് ഡ്രസ്സും എടുത്തു. പിന്നെ റാപ്പർ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രൈ ഷീറ്റും ടവൽസും ഒക്കെയാണ്. പിന്നെ ഉള്ളത് ഒരു റിസീവിങ് ടവലാണ്. അത് 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മേടിച്ച് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി പാഡാണ്, വിത്ത് പാൻറ്റീസാണ്. അപ്പം എന്തായാലും നമ്മൾ യൂസ് ആൻഡ് ത്രോ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കോട്ടൺസ് എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പാസിഫയർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് സെബാമെഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഷാംപൂ, ഡയപ്പർ റാഷ് ക്രീം, മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ്. പിന്നെ ഉള്ളത് കുറച്ച് ടോയ്ലറ്ററി ഐറ്റംസ് ആണ്. സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ്. ഇത് ഒരു ഡിറ്റർജൻറ്റും പിന്നെ ഒരു കംഫർട്ടും ആണ്. ഇത് ബേബീസിന് ഉപയോഗിക്കുന്ന ടൈപ്പാണ്. പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, റിസീവിങ് ബെഡ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ളൊരു സോഫ്റ്റായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡയപ്പറാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് മിറ്റൻസ്, ബൂട്ടീസ്, അങ്ങനത്തെ ഒരു സെറ്റാണ്. പിന്നെ ഇത് ബ്രസ്റ്റ് പാഡാണ്. ഇത് ഒരു ഗ്രൂമിങ് സെറ്റാണ്. ഇതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മാനുവൽ ബ്രസ്റ്റ് പമ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 ബോട്ടിലും ഞങ്ങൾ മേടിച്ചു. ആസിഫെയറിൻ്റെ കൂട്ടത്തിലിടുന്ന ഒരു ബെൽറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബെഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറേ പേർക്കൊക്കെ വീഡിയോ യൂസ്ഫുൾ ആകുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.